AMMയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നടി ഉഷ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുള്ള നിലപാട് എന്താണ്? ഇപ്പോ ഈ ചാനലുകളിലൂടെയൊക്കെ ഓരോ വാർത്തകൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ഇതിനു മുമ്പ് എങ്ങും കാണാത്ത രീതിയിലുള്ള പരസ്പരമുള്ള ഒരു വിഭാഗം ആൾക്കാർ, പരസ്പരമല്ല ഒരു വിഭാഗം ആൾക്കാർ ചെളിവാരി എറിയുന്നത് കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. നല്ല ഐക്യത്തോടു കൂടി പോയിരുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിലെ അംഗം ആണ് എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു പ്രൗഡാണ്. അപ്പോൾ ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ ഒന്ന് മാറി നിന്നതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയാ കുറച്ചു പേര് ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അതിൽ ആരോപണ വിധേയരായ ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നതിൽ എന്താണ്? അല്ല, മത്സരിക്കണ്ടെന്ന് നമ്മുടെ ബൈലോയിൽ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അമ്മയുടെ ബൈലോ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ ബൈലോയിൽ പറഞ്ഞതനുസരിച്ചാണ് കൈനീട്ടം വാങ്ങിക്കുന്നവർ മത്സരിക്കാൻ പാടില്ല, വോട്ടവകാശം മാത്രമേ ഉള്ളത്. ആ ബൈലോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. അതുകൊണ്ട് മത്സരിക്കുന്നതിൽ തെറ്റില്ല. 500 പേര് ഞങ്ങൾ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരാണ് തെരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അവർക്കറിയാം ഈ സംഘടന മുൻപോട്ട് കൊണ്ടുപോകേണ്ട യോഗ്യതയുള്ള ആരാണ്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ നമ്മുടെ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കുണ്ട്. അപ്പൊ അവരത് ചെയ്തോളും. ഇത്തരം ഇപ്പൊ പൊക്കിക്കൊണ്ടുവരുന്ന ബാബുരാജിനെതിരെ കൊണ്ടുവരുന്ന ആരോപണങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന കേസുകളൊക്കെയാണ് ഇപ്പൊ പൊക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ബാബുരാജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇലക്ഷനിൽ നിന്ന് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഒരുപാട് ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്നത്. സ്ത്രീപക്ഷത്തു നിന്നൊരു പാനൽ ഇപ്പൊ മത്സരിക്കുന്നുണ്ട്, ശതമാനം ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ മത്സരത്തെ പറ്റി. അല്ല, അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയേണ്ടായിരുന്നു സ്ത്രീകൾ മാത്രമായിരിക്കണം നയിക്കേണ്ടത്. ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ സ്ത്രീകളായിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആണുങ്ങളായിട്ടുള്ളവര് നോമിനേഷൻ കൊടുക്കത്തില്ല, സ്ത്രീകൾ തന്നെ കൊടുത്തേനെ നോമിനേഷൻ. അപ്പൊ ഇപ്പോഴാണത് ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ വന്നത്. പക്ഷേ ഈ സംഘടനയെ നയിക്കേണ്ട സ്ത്രീകൾ അതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാരായിരിക്കണം. സ്ത്രീകൾ വരണം, സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ അതിന് യോഗ്യരായിട്ടുള്ള സ്ത്രീകളായിരിക്കണം ഈ സംഘടനയെ നയിക്കേണ്ടത്. ശ്വേതാ മേനോൻ എന്നോട് പറഞ്ഞത് ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചുക്കുമല്ല, അതൊരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. വോട്ട് ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് ഞാനുമായിട്ട് സംസാരിച്ചതാണ് ശ്വേത. അപ്പൊ പറഞ്ഞതാണ് ഒരു ചുക്കുമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പിന്നെ പറഞ്ഞത് ഇടവേള ബാബു തിരിച്ച് ആ സീറ്റിൽ വന്നിരുന്നാലേ ഈ സംഘടന നിലനിൽക്കൂ, അല്ലെങ്കിൽ ഓഗസ്റ്റ് 15-ാം തീയതി ഈ സംഘടന ഇല്ല. മമ്മൂക്കയും ലാലേട്ടനും വേണം, ഒപ്പം ഇടവേള ബാബു ആ സീറ്റിൽ അമ്മയുടെ ഓഫീസിൽ ആ ചെയറിൽ ഇല്ലെങ്കിൽ ഈ സംഘടന ഇല്ല എന്നാണ് ശ്വേത പറഞ്ഞത്. മമ്മൂക്കയിൽ ലാലേട്ടനും ഒക്കെ അല്ലെങ്കിൽ ഈ സംഘടന ഇല്ല, അത് ഉറപ്പുള്ള കാര്യമാണ്, അത് എല്ലാവരും അംഗീകരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂട്ടിച്ചേർത്ത് പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണോ, അത്തരം ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണോ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് അംഗങ്ങളായിട്ടുള്ള ആൾക്കാര് ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ കുക്കു പരമേശ്വരൻ, അവർക്കും ആ ഒരു സ്ഥാനത്തേക്ക് വന്ന് അമ്മയെ നയിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ പ്രതിനിധീകരിച്ച് വരുന്നവരും കൂടാണ് അവർ. അപ്പൊ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി 19 വർഷം കുക്കു പരമേശ്വരൻ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ കാലയളവില് സ്ത്രീകളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ ആ സമയത്തൊന്നും കുക്കു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ചാനലുകളെല്ലാം ഉണ്ടല്ലോ, ആരും കേട്ടിട്ടില്ല, അംഗങ്ങളായ ഞങ്ങളും കണ്ടിട്ടില്ല. പകരം നമ്മൾ ആരാണ് കുറ്റക്കാരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല, കേസ് കോടതിയിൽ നടക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അവർക്ക് കൂവി വിളിക്കാൻ കൂടെ നിന്ന ആളാണ് കുക്കു പരമേശ്വരൻ. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങളെ പോലുള്ള സ്ത്രീകളായിട്ടുള്ള അംഗങ്ങളെ കുക്കു പരമേശ്വരൻ ഈ മീറ്റു വിഷയം കത്തി നിന്ന സമയത്ത്, ഹേമ കമ്മിറ്റി വരുന്ന സമയത്ത് അമ്മയിൽ നിന്നും കുക്കു പരമേശ്വരൻ എന്നെ വിളിച്ചു പറഞ്ഞത് WCCയിലെ പെൺകുട്ടികൾ പെണ്ണുങ്ങൾ അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി കരയേണ്ട,
അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു കൂട്ടായ്മ വേണം, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ, ഹോളിഡേ ഇൻ ഹോട്ടലിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ 12 സ്ത്രീകളാണ് ഉണ്ടായത്. മുതിർന്ന ലളിത ചേച്ചി ഉൾപ്പെടെ കുറച്ച് സ്ത്രീകൾ 12 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, അമ്മയിൽ 500 മെമ്പർ ആണെങ്കിലും അതിൽ പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ് അംഗങ്ങൾ, അമ്മയിലെ സ്ത്രീകൾ ഇത്രയേ ഉള്ളൂ? അല്ല, നമ്മൾ പെട്ടെന്ന് കൂട്ടിയ ആൾക്കാരാണെന്ന് പറഞ്ഞു. ഇതിന് വേറൊരു വലിയതായിട്ട് നമുക്ക് എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാം, നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് പറയും. ഞങ്ങൾ വട്ടം കൂടിയിരുന്ന് ആ ചർച്ച തുടങ്ങി. എല്ലാ സ്ത്രീകളും അവരവരുടേതായ ദുരനുഭവങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് കണ്ണുപാളിയപ്പോൾ 2 ക്യാമറ വെച്ച് ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് കുക്കു ഈ ക്യാമറ വെച്ച് ഇത് ഷൂട്ട് ചെയ്യുന്നത്? അത് ഉത്തരവാദിത്തപ്പെട്ടവരെ മുമ്പിലേക്ക് നിങ്ങളുടെ പരാതികൾ എത്തിക്കാനാണ്. അവരറിയണ്ടേ നിങ്ങളുടെ പരാതികൾ എന്താണെന്ന് അറിയണ്ടേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എത്തിക്കും. നമുക്ക് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എത്തട്ടെ, അറിയുമല്ലോ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുമല്ലോ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ ഈ ചർച്ച കഴിഞ്ഞപ്പോൾ നമുക്കിനി വലുതായിട്ട് അടുത്ത പ്രാവശ്യം കൂടാമെന്ന് പറഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ ടിവിയിൽ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലിസി ജോസിന്റെ മകള് ഫോണിൽ വിളിച്ചു പറയുന്നു, ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നു, അമ്മ കംപ്ലൈന്റ് സെല്ല് രൂപീകരിച്ചു. ലളിത ചേച്ചിയുടെയും മഞ്ജു പിള്ളയുടെയും കുക്കു പരമേശ്വരന്റെയും നേതൃത്വത്തിൽ കംപ്ലൈന്റ് സെല്ല് രൂപീകരിച്ചു. അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് ഉത്തരവാദിത്തപ്പെട്ട അമ്മയിലെ ആൾക്കാരുടെ അടുത്ത് ഭാരവാഹികളായിട്ടുള്ളവരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. കംപ്ലൈന്റ് സെല്ല് രൂപീകരിക്കാൻ സ്ത്രീകളെ പ്രതിനിധീകരിച്ച് മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആൾക്കാരായിരിക്കണം കംപ്ലൈന്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ വരേണ്ടത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു, ഇല്ല, ഞങ്ങളുടെ അറിവോടുകൂടിയല്ല, ഈ ഷൂട്ട് പോലും ഞങ്ങളുടെ അറിവോടുകൂടിയല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് കുക്കു വന്നത് ഷൂട്ട് ചെയ്യിച്ചത്? എന്നിട്ട് ആ മെമ്മറി കാർഡ് ചോദിച്ചപ്പോൾ അതെവിടെ എന്ന് ചോദിച്ചപ്പോൾ അതിന് നടപടിയൊന്നും ഉണ്ടായില്ല, ആരും കണ്ടിട്ടുമില്ല. ഇടവേള ബാബുവിനെ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്റെ കയ്യിലും ഇടവേള ബാബുവിന്റെ കയ്യിലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. മെമ്മറി പിന്നീട് പറഞ്ഞു അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടത് നശിപ്പിച്ചു? പിന്നെ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രഹസനം നടത്തി? എതിർത്ത് സംസാരിക്കാനോ ഇത്തരം കംപ്ലൈന്റ് വരുമ്പോഴോ പറയുവാൻ പോലും പേടിക്കുന്ന ആൾക്കാരാണോ അമ്മ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്? സ്ത്രീകളെ ഇപ്പോഴും ഞാൻ പറയുന്നു, സ്ത്രീകൾ വരണം, സ്ത്രീകൾ മുമ്പോട്ട് വരട്ടെ. അത് അർഹതയും യോഗ്യതയുമുള്ള ആൾക്കാരായിരിക്കണം വരേണ്ടത്. ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ സ്ത്രീകൾക്ക് വേണ്ടി മാറിക്കൊടുക്കാം എന്നുള്ള അധ്യക്ഷ സ്ഥാനത്തെ മത്സരത്തിനൊക്കെ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെന്താണ് പറയുക? അദ്ദേഹത്തിന്റെ മാന്യതയാണ് അത് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വിഷയങ്ങളുള്ളവരെ ആർക്കും അറിയത്തില്ലല്ലോ. ജഗദീഷ് ഏട്ടന് അറിയാമോന്ന് എനിക്കറിയില്ല, അന്ന് ഭാരവാഹിത്വത്തിലുള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മാന്യം, അദ്ദേഹം ഒരു അധ്യാപകനും കൂടെയല്ലേ, അദ്ദേഹം നല്ല ഈ സംഘടന നയിക്കാൻ പ്രാപ്തിയുള്ള ആളാണെന്നാണ് എന്റെ പക്ഷം. അദ്ദേഹം പിന്മാറരുത്, മത്സരം നടക്കട്ടെ. എന്തിനാണ് പിന്മാറുന്നത്? പിന്നെ എന്തിനാണ് മത്സരം വെച്ചത്? ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകളായിട്ടുള്ളവർക്ക് മാത്രമായിരുന്നു വെക്കണമായിരുന്നു. അപ്പോൾ അർഹതപ്പെട്ട വേറെ ആൾക്കാർ മത്സരിക്കാൻ റെഡിയായിരുന്നു. അർഹതപ്പെട്ട പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഒരാളാണോ അല്ലെ 2 പേര്, ഇവരൊക്കെ മാത്രമാണോ സംഘടനയിൽ? 250 പെണ്ണുങ്ങളുണ്ട്. ആരെങ്കിലും മത്സരിക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയ ഒരു കൂട്ടായ്മയുണ്ട്. സ്ത്രീകളാണ് അംഗങ്ങൾ, അതിനകത്ത് 250 അമ്മയിലെ അംഗങ്ങളാണുള്ളത്. അതേക്കുറിച്ചൊക്കെ കുറെ വിവാദങ്ങളൊക്കെ മുമ്പൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും അല്ല സത്യം അതിനകത്ത് ബാബുരാജിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. അതൊക്കെ വെറുതെയാണ്. ബാബുരാജ് പോലും അറിയുന്നത് ഞങ്ങൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പറയുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ നല്ലത്, കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് എന്തിനാണ് എതിർക്കുന്നത്? കാലാകാലങ്ങളായിട്ട് അമ്മയിൽ നോക്കിയിട്ട് നടക്കാത്തൊരു കാര്യമാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. എല്ലാവർക്കും സന്തോഷം. പക്ഷെ അതിനെയും പേടിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു കൂട്ടായ്മ എന്ന് ചോദിച്ച് അതിനകത്ത് നിന്ന് ആരോഗ്യകരമായ ചർച്ചകൾ നടന്നു. അവിടെയൊക്കെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. അതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് കുറച്ചുപേര് പോയി. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടാതെ വരുന്നു. ചില ഫോർവേഡ് മെസ്സേജ് ഇടണ്ട എന്ന് പറയുമ്പോഴൊക്കെ ഫോട്ടോസ് വീഡിയോസ് ഇടണ്ട, അതൊക്കെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അവരൊക്കെ തിരിച്ച് ആ കൂട്ടായ്മയിലേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതിൽ നിന്ന് എത്ര പേര് ഇപ്പൊ മത്സരിക്കുന്നു? വൈസ് പ്രസിഡന്റായിട്ട് നവ്യ മത്സരിക്കുന്നു, ശ്വേത ആ ഗ്രൂപ്പിലുള്ളതാണ്, ശ്വേത മത്സരിക്കുന്നു. പിന്നെ അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നു. സംവരണ സീറ്റിലേക്കുള്ള സജിത ബേട്ടി മത്സരിക്കുന്നു, ലക്ഷ്മി പ്രിയ, അഞ്ജലി നായർ, ആശാ അരവിന്ദ്. ഈ ആശാ അരവിന്ദിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു. ആശാ അരവിന്ദ് ആരോട് ചോദിച്ചിട്ട് ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തു, അത് പിൻവലിക്കണമെന്നൊക്കെ. എന്തിനാണ് അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നു. അൻസിബാസ് മീഡിയയെ കാണുന്നതിന് എന്തിനു മീഡിയയെ കണ്ടു എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അവരൊക്കെ പറയട്ടെ, അവർക്ക് അഭിപ്രായം പറയട്ടെ, മത്സരിക്കട്ടെ, മത്സരം നടക്കട്ടെ.
ഈ അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പിലും ഭിന്നത ഉണ്ടായി എന്നാണ് പറയുന്നത്. ചെറിയ രീതിയിൽ, എല്ലാവരും അല്ല, ചില ആൾക്കാർ, ചില അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അത് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നതാണ് ഇതിനകത്ത്. അത് കുറച്ചുപേര് ലെഫ്റ്റായി പോയി ഈ നിസ്സാര കാര്യം. ശ്വേതാ മേനോൻ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളായിട്ടും എന്തുകൊണ്ടാണ് അപ്പൊ അത് ഞാൻ ശ്വേതാ മേനോൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഗതം ചെയ്ത ആളാണ്. ശ്വേത എന്നെ വിളിച്ച് സംസാരിച്ചതാണ്. ശ്വേത, ഞാനിങ്ങനെ എല്ലാവരും പറയുന്നു മത്സരിക്കണമെന്ന്, ഞാൻ നിൽക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്വാഗതം, മത്സരിക്കുക ശ്വേത എന്ന്. അതിനുശേഷം ശ്വേതയോട് സംസാരിച്ചപ്പോഴാണ് ശ്വേതയുടെ നിലപാട് എനിക്ക് മനസ്സിലായത്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാ നമുക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്? അപ്പോഴും ഞാൻ മത്സരം നടക്കട്ടെ. പിന്നെ ജഗദീഷ് ഏട്ടൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ആറ്റിറ്റ്യൂഡ് അല്ല അത്. വ്യക്തിയല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്വേതയെ. പക്ഷെ അവരുടെ ഒരു നിലപാട് എനിക്ക്, മറ്റേ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ത്രീയുടെ നിലപാട് എനിക്ക് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്ര അങ്ങനെയുള്ളവരല്ല വരേണ്ടത്. ഒരുപാട് ആൾക്കാരുടെ ഇപ്പൊ ഗണേശേട്ടൻ, സുരേഷ് ഗോപി, ഈ സംഘടന ഉണ്ടാക്കിയ കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര പടവെട്ടിയിട്ടാണ് ഈ രൂപത്തിൽ ഈ സംഘടന കൊണ്ടുവന്നത്. തുടക്കം മുതൽ അംഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോ അതിൽ നിന്നൊക്കെ കുറച്ചു പേര് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇവർക്ക് അതിനറിയില്ല. ഈ സംഘടന വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഘടനയാണ്. 500 മെമ്പേഴ്സേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരുപാട് സെലിബ്രിറ്റീസ് ആണ് എല്ലാവരും. ഒരുപാട് സ്വപ്ന പദ്ധതികൾ. ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് മൂക്കുകുത്തി വീണൊരു അവസ്ഥയുണ്ടായിരുന്നു. അമ്മയുടെ ഓഫീസ് ഷട്ടർ ഇട്ടു, പൊതുജനങ്ങൾ കൊണ്ടുവന്ന് റീത്ത് വെച്ചു, പോലീസ് 2-3 പ്രാവശ്യം അതിനകത്ത് കയറി റെയ്ഡ് നടത്തി. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് ഒരാൾ പോലും, ലാലേട്ടൻ വളരെ വിഷമത്തോടെയാണ് ജനറൽ ബോഡിയിൽ പറഞ്ഞത്, ഒരാള് പുള്ളിയുടെ കൂടെ നിൽക്കാനില്ലായിരുന്നു. എല്ലാത്തിനും സമാധാനം, പുള്ളിയുടെ നേരെ ചോദ്യങ്ങൾ, പുള്ളി സമാധാനം പറയേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോ ഈ അമ്മയുടെ പെൺമക്കൾ എന്നുള്ള ഗ്രൂപ്പിൽ ഒരു സ്ത്രീ മത്സരിക്കണമെന്ന് പറയാ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ആരായിരിക്കും ഒരു ആഗ്രഹമുള്ളത്? അത് അമ്മയുടെ പെൺമക്കളിൽ തന്നെ ഒരാളെ മത്സരരംഗത്തേക്ക് നിർത്തണം എന്നൊരു ആഗ്രഹമുള്ള മത്സരിക്കാൻ ഞാൻ അന്നും ഇന്നും ഈ സംഭവങ്ങളൊക്കെ, ഈ മെമ്മറി കാർഡിന്റെ സംഭവം വന്നപ്പോഴൊക്കെ ഞാൻ മല്ലിക ചേച്ചി ഉണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ്. അപ്പൊ മല്ലിക ചേച്ചി വരൂ, മല്ലിക ചേച്ചി നേതൃസ്ഥാനത്തേക്ക് വാ, മല്ലിക ചേച്ചി വരണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മല്ലിക ചേച്ചി പക്ഷെ അതിനൊന്നും തയ്യാറല്ലായിരുന്നു. പക്ഷെ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെല്ലാം കൈനീട്ടത്തിന്റെ പേരിൽ ഇലക്ഷന് നിൽക്കാൻ പറ്റാത്ത, അത് ബൈലോ പ്രകാരമാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ബൈലോയിലില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ആര് നയിക്കണം, ആരാണ് ജയിച്ചു വരേണ്ടത്, ആര് പ്രസിഡന്റ് ആവണം, ആര് സെക്രട്ടറി ആവണം, ആരൊക്കെ വരണമെന്നുള്ളത് ഈ 500 മെമ്പേഴ്സ് ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം, അവർ തീരുമാനിക്കട്ടെ. അതിനല്ലേ തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത്. അത് അല്ലാതെ ആവശ്യമില്ലാത്ത ആരോപണം ഉണ്ടാക്കി നമ്മൾ തന്നെ നമ്മളെ ചെളിവാരി എറിയേണ്ട ആവശ്യമില്ല. ഈ 500 പേര് തെരഞ്ഞെടുക്കട്ടെ, അങ്ങനെ തന്നെ ഇലക്ഷൻ നന്നായിട്ട് നടക്കട്ടെ. അതാണ് വേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, അമ്മയിൽ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ആ സംഘടന ഇനി ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് പോലും സംശയിച്ചിരുന്ന സമയമാണ്. ആ സമയത്ത് ആ സംഘടനയെ ഉയർത്തിക്കൊണ്ടുവന്നത് ബാബുരാജും ചേർത്തല ജയനും. അവർ രണ്ടുപേരും കൂടെ പോയി ലാലേട്ടനെ കണ്ട് അവരാണ് ഈ സംഘടനയെ കുടുംബസംഗമം നടത്താനൊക്കെ രാപകലില്ലാതെ അഡ്ഹോ കമ്മിറ്റിയിലെ കുറച്ചുപേര് കൂടെ ചേർന്ന് രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബസംഗമം നടത്തി ഇതിനൊരു പുനർജന്മം ഉണ്ടാക്കിയത്. ആ സമയത്ത് എന്തുകൊണ്ട് ഈ ആരോപണം നടത്തുന്നവർ പറഞ്ഞില്ല, നിങ്ങളൊക്കെ ആരോപണ വിധേയരല്ലേ, നിങ്ങളൊന്നും ഈ സംഘടന ഇനി പൊക്കിക്കൊണ്ട് വരണ്ട, അതിനർഹതപ്പെട്ടവർ വരട്ടെ എന്ന് അന്ന് ആരും പറഞ്ഞില്ല. അന്ന് എല്ലാവരും സഹകരിച്ചു. എല്ലാവരും ആ കമ്പനി കുടുംബസംഗമത്തിൽ നടന്ന് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് പോയത്. ഈ ആരോപിക്കുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവരും കൊണ്ടുപോയി. ജനറൽ ബോഡി ആ സമയത്തും എല്ലാവരും ജനറൽ ബോഡി നടത്തിയതും ഒക്കെ ഇവർ തന്നെയാണ്, ഈ അഡ്ഹോ കമ്മിറ്റി. അപ്പോ ഒന്നും ഇല്ലാത്ത അയോഗ്യത ഈ ഇലക്ഷൻ സമയത്ത് മാത്രം എങ്ങനെ വരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാത്ത. മത്സരം നടക്കട്ടെ, എല്ലാവരും മത്സരിക്കട്ടെ, നിന്നവരെല്ലാവരും മത്സരിക്കട്ടെ. തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾ അംഗങ്ങൾക്കാണ്, ഞങ്ങൾ തെരഞ്ഞെടുക്കും.